നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് അഗാരോ ഇംപീരിയൽ ഓസിലേറ്റിംഗ് ടവർ ഫാൻ. ഇതൊരു ടവർ ഫാൻ ആണ്. അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ്. അതാണ് ഇത്ര നീളത്തിൽ അതിന്റെ പേരങ്ങ് പറഞ്ഞത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് ഞാൻ ഓൾറെഡി ചെയ്തു. 2 ആഴ്ചയിൽ കൂടുതലായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ബോക്സ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പം ഇതിനുള്ളിൽ പ്രത്യേകിച്ച് ഒത്തിരി അക്സസറീസ് ഒന്നുമില്ല. ഒരു റിമോട്ട് കിട്ടി. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ബേസ് 2 പീസ് ആയിട്ടാണ് കിട്ടിയത്. ആ ബേസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ജോയിന്റ് ചെയ്ത് ഈ കാണുന്ന രൂപത്തിലേക്ക് നമുക്ക് സെറ്റ് ആക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ ഒരു ടവറിലേക്ക് നമുക്ക് ആ ഒരു ബേസ് കണക്ട് ചെയ്യണം. ഇതിന്റെ പവർ കേബിളും ബേസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പവർ കേബിളിനുള്ളിലൂടെ നമുക്ക് ഈ ഒരു ബേസ് കയറ്റിയതിനു ശേഷം ഇതിന് താഴെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസും ടവറും എല്ലാം സെറ്റ് ആവും. അതിനുശേഷം നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ ഫാന് കാണാനായിട്ട് സാധിക്കുക. ബേസിന്റെ താഴെ 2 സൈഡിലുമായിട്ട് ചെറിയ 2 ഹോൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ഹോളിലൂടെ നമുക്ക് ഈ ഒരു പവർ കേബിള് വെളിയിലേക്ക് എടുക്കാനും ഇത് സ്റ്റേബിൾ ആയിട്ട് ഉറപ്പിച്ചു വെക്കാനും സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫാൻ റെഡി ടു യൂസ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബിൽഡാണ്. നല്ല ഫൈൻ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലൈറ്റ് വെയിറ്റുമാണ്. 6.4 kg ആണ് ഇതിന്റെ വെയിറ്റ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ഫിസിക്കൽ ഓവർവ്യൂ നോക്കുമ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിലും അതേപോലെ തന്നെ ഫ്രണ്ടിലുമായിട്ട് വെന്റ് നൽകിയിട്ടുണ്ട്. അതായത് ഒരു സൈഡിലൂടെ എയർ അകത്തേക്ക് എടുത്ത് മറ്റൊരു സൈഡിലൂടെ എയർ വെളിയിലേക്ക് കളയുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ വിൻഡോസ് നൽകിയിട്ടുണ്ട്. ഒരു 9 വിൻഡോസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ വിൻഡോസിലൂടെയാണ് എയർ വെളിയിലേക്ക് വരുന്നത്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഇതേപോലെ ചെറിയൊരു ഹോൾ നൽകിയിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, നമുക്കിത് എങ്ങോട്ടെങ്കിലും ഒന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പിടിച്ച് ഈ രീതിയിൽ നമുക്ക് തൂക്കിയെടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന്റെ ടോപ്പിലാണ് ടച്ച് കൺട്രോൾ പാനൽ നൽകിയിരിക്കുന്നത്. ടച്ച് കൺട്രോൾ പാനലിന്റെ മുകളിലായിട്ട് അഗാരോയുടെ ബ്രാൻഡിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു 5 ബട്ടൺസ് കൂടെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ഫാൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ റൂം ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കും. ഇപ്പൊ ഇവിടെ റൂം ടെമ്പറേച്ചർ 31 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് ഇനി ഇത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പവർ ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോർമൽ സ്പീഡിൽ ഓൺ ആവും. ഇപ്പൊ ഇത് ഓൺ ആയിട്ടുണ്ട്. ഓൺ ആയതിനു ശേഷം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഈ ഒരു ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ 3 സ്പീഡുകളാണ് ലഭിക്കുക: ലോ, മീഡിയം, ഹൈ. നമ്മൾ ഈ ബട്ടണിൽ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും ഓരോ സ്പീഡ് അഡ്ജസ്റ്റ് ആയിട്ട് വരും. ലോ സ്പീഡ്, മീഡിയം സ്പീഡ്, ഹൈ സ്പീഡ്. വീണ്ടും ഒന്നുകൂടെ ഞെക്കി കഴിയുമ്പോൾ അത് നേരെ ലോ സ്പീഡിലേക്ക് പോകും. ഇനി പവർ ബട്ടന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 to 15 hours ടൈം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഈ രീതിയിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. 15 hours ആണ് ഇതിൽ മാക്സിമം നമുക്ക് ടൈം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിന്റെ അടുത്തായിട്ടുള്ള ഈ ഒരു ബട്ടൺ ആണ് റൊട്ടേറ്റിംഗ് ബട്ടൺ, അതായത് ഓസിലേറ്റിംഗ് ബട്ടൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 90 ഡിഗ്രി വരെ ഇത് റൊട്ടേറ്റ് ആവും. ഇനി ഇതിൽ എം എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. എം മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ മോഡിൽ നിന്ന് സ്ലീപ്പ് മോഡിലേക്ക് മാറാനായിട്ട് സാധിക്കും. സ്ലീപ്പ് മോഡിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, നല്ല രീതിയിലുള്ള സൗണ്ട് വരുന്നുണ്ട്. ഒന്നുകൂടെ എമ്മിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ മോഡിലേക്ക് ഇത് ചേഞ്ച് ആവും. ഇപ്പൊ ഇത് നോർമൽ മോഡിലായിട്ടുണ്ട്. സ്ലീപ്പ് മോഡിൽ വരുമ്പോൾ നല്ല രീതിയിൽ എയർ വെളിയിലേക്ക് വരും, നല്ല രീതിയിലുള്ള കൂളിംഗും ലഭിക്കും. അതിനുശേഷം 10 സെക്കൻഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്പ്ലേ ഓഫ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ഇതിനോടൊപ്പം ലഭിച്ച റിമോട്ട്. പവർ ബട്ടൺ ഉണ്ട്, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, ടൈമർ സെറ്റ് ചെയ്യാം, മോഡ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സൈലന്റ് മോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. റൊട്ടേറ്റിംഗ് ബട്ടണും ഇതിൽ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിമോട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ബെഡിലിരുന്നോ, സോഫയിലിരുന്നോ, ലിവിംഗ് റൂമിലിരുന്നോ, കിച്ചണിലിരുന്നോ ഒക്കെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് അടുത്ത് പോയി ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. AC റൂമിൽ ഇതേപോലെയുള്ള ടവർ ഫാനുകൾ റെക്കമെൻഡഡ് ആണ്. കാരണം എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ ഈ ടവർ ഫാൻ AC റൂമിൽ ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കൂളിംഗ് ടവർ ഫാൻ റൂമിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ ഈ ഫാൻ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്കൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും വളരെ ഈസിയാണ്. ഞാൻ ഇത് ആദ്യം വെച്ചിരുന്നത് ബെഡ്റൂമിലാണ്. അതിന് ശേഷം ഇപ്പൊ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പൊ ഇങ്ങനെയുള്ള ടവർ ഫാനിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലപ്പോഴും നമുക്ക് സീലിംഗ് ഫാൻ ഇടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, വാൾ ഫാനുകൾ ഫിറ്റ് ചെയ്യും. വാൾ ഫാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിന്റെ തന്നെ ലുക്ക് അങ്ങ് പോകും. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ടവർ ഫാനുകൾ വളരെ യൂസ്ഫുൾ ആകും. കാരണം ഇതിന് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയും പ്രീമിയം ലുക്കും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. ഇത് റൂമിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ ഒരു ഭംഗിയാണ്. ഇതിന്റെ ഹൈറ്റ് വന്നിട്ടുള്ളത് 40 ഇഞ്ചാണ്. 50.2 dB ലോ സൗണ്ട് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ടിന്റെ ഒരു പ്രശ്നം മറ്റു ഫാനുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത് ഉപയോഗിച്ചിടത്തോളം വളരെ സൈലന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണിത്. ഇതിന്റെ പവർ 50 വാട്ട്സ് ആണ്. വോൾട്ടേജ് 220 to 240 ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. വളരെ നല്ല രീതിയിലുള്ള കൂളിംഗും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഫാൻ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇത് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആമസോണിൽ ഇതിന്റെ വില 4300 രൂപയാണ്. ഇതിന്റെ പ്രൈസിൽ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പം വില കുറവുള്ള സമയത്ത് വാങ്ങുക. 4300 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പം അതിനേക്കാളും വില കുറവുള്ള സമയത്ത്
സമയത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങുക. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസിൽ ഇത് വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, അതേപോലെ തന്നെ 1 ഇയർ വാറന്റിയും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മറക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയറോട് ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.